അയക്കുന്ന സഹായകനായ എന്നാൽ എന്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കേട്ടോ, നിന്നെ ഓർമ്മപ്പെടുത്തും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, യേശു പറയുകയാണ്, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകൻ, ഹെൽപ്പർ, ദാറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ്. ഓക്കേ, ഹെൽപ്പർ ആരാണ്? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. സോ ഹി വിൽ എന്നാൽ എന്റെ നാമത്തിൽ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. 1 യോഹന്നാൻ എഴുതിയ ലേഖനത്തിന്റെ 2:27 പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കുന്നു. നിന്റെ ഉള്ളിലുള്ള അഭിഷേകം എന്താണെങ്കിലും അത് നിന്നെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആരാണ് ഉള്ളിലുള്ളത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. നീ എങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകേണ്ടതായി. ഹല്ലേലൂയ. ലോഹം അല്ലെങ്കിൽ ഒരു മെറ്റൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ BP കുറയും, ഷുഗർ കുറയും എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പറയാറില്ലേ? That is all waste of time. Okay? അതൊന്നുമല്ല. ദൈവം തമ്പുരാനാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ആമേൻ. ആരാ? ചെമ്പിനെയും സ്വർണ്ണത്തെയും സൃഷ്ടിച്ചവനായ ദൈവം. ഹല്ലേലൂയ. ചെമ്പിനെയും സ്വർണ്ണത്തെയും സൃഷ്ടിച്ചതാണ് ദൈവം തമ്പുരാൻ. ആ ദൈവം തമ്പുരാനാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇരുട്ടിയിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം ധ്യാനം പഠിപ്പിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ കൊളസ്ട്രോളിന്റെ ലെവൽ വളരെ ഹൈ ആയിരുന്നു. അവൻ ധ്യാനം കഴിഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവൻ ഉടനെ എവിടെ പോയി? അവൻ ഉടനെ ലാബിൽ പോയി ചെക്ക് ചെയ്തിട്ട് അവൻ അന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, അവന്റെ കൊളസ്ട്രോൾ ലെവൽ വളരെ നോർമലായി. ഇവിടെ ഷുഗർ ലെവൽ കൂടുതലാണെങ്കിൽ, BP കൂടുതലാണെങ്കിൽ, കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ, നിങ്ങളുടെ ബ്ലഡ് ലെവൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ നാടി ഞരമ്പിലൂടെ കടന്നുപോയാൽ ഓൺ സ്പോട്ടിൽ നൽകി സൗഖ്യം. നിങ്ങൾക്ക് പോലും അറിയാത്ത മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയും. മനസ്സിലായോ? നിങ്ങൾക്ക് പോലും അറിയില്ല, നിങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് ഓർമ്മിപ്പിച്ച് തരാൻ സാധിക്കും. ആരാണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധാത്മാവ്? ദൈവമാണ് പരിശുദ്ധാത്മാവ്. ഈശോയാണ് പരിശുദ്ധാത്മാവ്. യേശുവാണ് പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒന്ന്, ഒറ്റ ഒരു മന്ത്രം. ഹല്ലേലൂയ. എത്ര പേര് സന്തോഷിക്കുന്നു? ഞാൻ കേട്ട ഒരു സാക്ഷ്യം, സെന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ വലിയൊരു വിശുദ്ധനുണ്ട്. കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന വിശുദ്ധൻ സെന്റ് അഗസ്റ്റിൻ. കേട്ടിട്ടുണ്ടോ? സെന്റ് അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്റ്റിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഗസ്റ്റിൻ അതായത് ത്രിയേക ദൈവം, അതായത് സ്ത്രീത്വത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കടൽ തീരത്തുകൂടെ ഇങ്ങനെ നടക്കുക. ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്താണ് സ്ത്രീത്വം എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ അവിടെ ഇരുന്ന് ഒരു കുഞ്ഞു കൊച്ച്, ഒരു കുഞ്ഞു കക്കയുണ്ട്. കക്ക അറിയാമോ? കുഞ്ഞു അതവിടെ കിടക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഈ സമുദ്രത്തിലെ വെള്ളം, കടലിലെ വെള്ളം എടുത്ത് ഓരോന്നിങ്ങനെ കോരിയിട്ട് കരയിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. ഓക്കെ, ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ അഗസ്റ്റിൻ കൗതുകത്തോടു കൂടി ചോദിച്ചു, മോനെ നീ എന്തായി ചെയ്യുന്നത്? നീ കുഞ്ഞു വെച്ചല്ലേ, നീ എന്തായി ചെയ്യുന്നത്? അപ്പൊ കുഞ്ഞു വെച്ച് ഇങ്ങനെ തിരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അഗസ്റ്റിന്റെ മുമ്പിലേക്ക് മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ്, നീ വിചാരിച്ചു അപ്പൊ ഞാൻ ആ കൊച്ചു പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം ഒന്ന് പറ്റിച്ചോണ്ടിരിക്കുന്നു. ഏത് ഈ കക്കയിൽ കോരിയിട്ട് ഞാനിങ്ങനെ കരയിലേക്ക് വിട്ടോ. അപ്പൊ അഗസ്റ്റിൻ ചിരിച്ചിട്ട് പറഞ്ഞു, എന്തൊരു വിഡിത്തമാണ് നീ കാണിക്കുന്നത്? നിന്റെ ആയുഷ്കാലം മുഴുവനും ഇങ്ങനെ കോരി നിന്ന് കഴിഞ്ഞാൽ ഇത് പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആ കൊച്ച് തിരിഞ്ഞ് അഗസ്റ്റിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇങ്ങനെ എന്താ പറയുന്നറിയോ? നീ ഇപ്പൊ ചിന്തിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യവും അതുപോലെ തന്നെയാണ്. അതോടുകൂടി പുള്ളിയുടെ തിങ്കിങ് മനസ്സിലായി. സ്ത്രീത്വം ആരാണെന്നും എന്താണെന്നും എവിടേക്കാണ് പോകുന്നത് പുള്ളിക്ക് നമുക്ക് ഒരു ഐഡിയ കിട്ടാതെ പുള്ളി നേരെ തന്റെ സഭയിലേക്ക് ചർച്ചിലേക്ക് പോവുകയും ചെയ്തു. ആ കുഞ്ഞ് ഒരു മാലാഖയായിരുന്നു. മാലാഖ കുഞ്ഞിന്റെ വേഷത്തിൽ വന്നതായിരുന്നു. ഹല്ലേലൂയ.
Praise the Lord. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവേണ്ട ഭാഷയിലാണ്. ദൈവത്തെ ആരാധിക്കണം. കാശ് ബാങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. ചിലര് പറയും, ചിലരുടെ കാശ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് പള്ളി വരുമോ? ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. തലവേദനയാണെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ക്യാൻസർ മാറിയില്ലെങ്കിലും മാറിയെങ്കിലും ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിനക്കുണ്ടെങ്കിൽ, ആ ഒരു മനോഭാവം നിനക്കുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം നിലനിൽക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവത്തിന്റെ അടുത്ത് വരുന്നത് കാര്യം കാണാൻ വേണ്ടിയാണ്. ദൈവവുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കണം. ദൈവവുമായിട്ട് ദൃഢമായ ബന്ധം സ്ഥാപിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് നിനക്ക് വേണ്ടത് എന്താണ് വേണ്ടത്? ഹൃദയമാണ്. ഹല്ലേലൂയ. അപ്പോ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. അടുത്തിരിക്കുന്നത് പറഞ്ഞേ, എന്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. എന്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. നിന്റെ മുഖമല്ല നോക്കുന്നത്, ദൈവം ഹൃദയമാണ് നോക്കുന്നത്. അടുത്തിരിക്കുന്നത് പറഞ്ഞു, നിന്റെ മുഖമല്ല നോക്കുന്നത്, ഹൃദയമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എല്ലാം നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് എന്ത് പഠിപ്പിക്കും? എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. നീ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടോളൂ. അവനല്ല ഏറ്റവും വലിയ എഞ്ചിനീയർ അല്ലേ? ഓക്കെ. നീ ഒരു പ്രൊഫസർ ആണെങ്കിൽ പ്രൊഫസറിന്റെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണെങ്കിൽ പരിശുദ്ധാത്മാവോട് ചോദിച്ചാൽ മതി. അത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ഞാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷിക്കുന്നു. സന്തോഷത്തോടെ എന്നാൽ എന്നെ നിറയ്ക്കണമേ. ആനന്ദ തൈലത്താൽ തന്നെ നിറയ്ക്കണമേ. ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ നിങ്ങൾ ആനന്ദ തൈലവുമായിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങളോട് ചൂടാകാനോ ദേഷ്യപ്പെട്ടുകൊണ്ടോ ഇരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ചെന്നിട്ട് ഒരു പുഞ്ചിരിക്കണം. ഹല്ലേലൂയ. അടുത്ത ധ്യാനത്തിന് കൂട്ടിക്കൊണ്ട് വരണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം അവർ മനസ്സിലാക്കണം. ആമേൻ. നിങ്ങളെ കർത്താവിന്റെ സ്വഭാവമായിരിക്കണം. ആരുടെ സ്വഭാവം? അയൽവാസിയുടെ സ്വഭാവമാണ്. അടുത്തിരിക്കുന്നതിന്റെ സ്വഭാവമാണ്. ആരുടെ സ്വഭാവം? ആരുടെ സ്വഭാവം? കർത്താവിന്റെ character of Jesus. Hallelujah. The character of Jesus. When you have the character of Jesus, you can win anywhere else. നിനക്ക് യേശുവിന്റെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിനക്ക് എല്ലായിടത്തും വിജയം. ഹല്ലേലൂയ. മോശ സ്വഭാവം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വെളിച്ചമല്ല, പടമഴ. ഹല്ലേലൂയ. വെളിച്ചത്തിന് പകരം പടമഴയാകില്ല, വെളിച്ചമാകണം. ഹല്ലേലൂയ. നിന്റെ സ്വഭാവം വെളിച്ചമാകണം. ക്രിസ്തുവിനെ പോലെ വെളിച്ചമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, നീ ലോകത്തിന്റെ പ്രകാശമാകണം. ഹല്ലേലൂയ. നീ ലോകത്തിന്റെ അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, നീ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഉപ്പാകുന്നു. എന്താ ഉപ്പ്? കന്നഡയിൽ ഉപ്പ് തന്നെ. ഉപ്പ് തന്നെ. കർത്താവ് പറഞ്ഞു, salt is good. എന്താ പറഞ്ഞ കർത്താവ്? Salt is good. വീണ്ടും പറഞ്ഞ പറയാണ്, സോൾട്ട്. യോബിന്റെ പുസ്തകത്തിൽ പറയാണ്, നീ സോൾട്ട് അല്ലെങ്കിൽ ഉപ്പുത്തിന്റെ രുചി വരും. ഹല്ലേലൂയ. ഭക്ഷണത്തിന്റെ രുചി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപ്പ് വേണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഉപ്പ് സംരക്ഷിക്കുന്നു. മോശമാകുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നും ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ദീർഘനാള് ഉപയോഗിക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞേ, ഞാൻ ഉപ്പാകുന്നു. ഞാൻ മറ്റുള്ളവർക്ക് നല്ല രുചി പകരുന്നു. ഞാൻ മറ്റുള്ളവർ
എന്റെ വൈദ്യുതി ചോദിച്ച് ഞാനിങ്ങനെ ദേഷ്യപ്പെടാതിരുന്നോ പുള്ളിക്കാരില്ല. ശരി, നിങ്ങൾ ദേഷ്യപ്പെടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഇപ്പൊ ഒരു സുഖമില്ല. കാരണം ഞാൻ വളരെ സോഫ്റ്റായി, മനസ്സിലായോ? അപ്പൊ എന്തോ പോലെ ആയി തുടങ്ങി. അങ്ങനെ ജനങ്ങൾ വിചാരിക്കണം, നിങ്ങളുടെ വീട്ടുകാർ വിചാരിക്കണം, നിങ്ങളുടെ ഭാര്യ വിചാരിക്കണം, ഭർത്താവ് വിചാരിക്കണം. നിങ്ങൾ ഈ ധ്യാനത്തിനൊക്കെ പോയിട്ട് മാറ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ധ്യാനം പറഞ്ഞോ? അവര് നിങ്ങളെ പണി വെക്കത്തില്ല, ധ്യാനത്തിനെ പണി വെക്കും. വെറുതെ എന്നെ പരിശുദ്ധ പണി വെക്കുന്നു അല്ലേ? ആവശ്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ഡിസിഷൻ നിന്റെ സ്വഭാവത്തിന് നീ തന്നെ കഴിഞ്ഞാകിലും കഴിഞ്ഞാകിലും ദേഷ്യം പെടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നയോ ചൂടാകുന്ന കാരണം ചൂടാകും എന്ന് പറയാറില്ല. അപ്പൊ ആ സ്വഭാവം എല്ലാം മാറ്റി നിങ്ങളൊരു നല്ല മക്കളായി ജീവിക്കുക. അതാണ് ഗൂഢാധ്യാനത്തിന്റെ പ്രത്യേകത. നമ്മളിവിടെ സ്വഭാവം പഠിപ്പിക്കാതെ കുറെ യുക്തികളൊക്കെ പദങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് പോയി നല്ല കാര്യമാണ്, ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളെ ആദ്യം പഠിപ്പിക്കേണ്ട സ്വഭാവമാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുന്നവരാണെങ്കിലൂടെ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ആരെങ്കിലും റോങ് സൈഡിലൂടെ കയറിയ എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Foreign രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് അവർ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മാറ്റണം. ട്രെയിനിങ്ങിൽ അവർ സ്വഭാവത്തിന്റെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും കൂടെ നോക്കിയിട്ടാണ് ഈ ഇൻസ്ട്രക്ടർ നമുക്ക് ലൈസൻസ് തരുന്നത്, പോലീസുകാർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നവരാണോ എന്നൊക്കെ നോക്കി. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്വഭാവത്തിന്റെ ക്ലീൻ സ്വഭാവത്തിന്റെ ലൈസൻസ് വേണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരുടെ സ്വഭാവം നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം ദേഷ്യപ്പെടുന്നത് ഒരേ ഒരുത്തനോട് അവന്റെ പേരാണ് പിശാച്. മനസ്സിലായോ? പിശാചിനോട് നിങ്ങൾ ചിരിച്ചോണ്ട് കാര്യമില്ല. പിശാചിനോട് പിശാചില്ല കൽപ്പിക്കണം. അതാണ് ക്രിസ്ത്യാനികൾ ചെയ്യേണ്ട കാര്യം. ഞാൻ പറയുന്നത് ബേസിക് നീഡ്സ് ആണ് ഞാൻ പറയുന്നത്. ഓടിച്ചത് പരമാണോ അതിനനുസരിച്ച് ടാബ്ലറ്റ്സ് ഓടിപ്പോയി കഴിക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്തെങ്കിലും അത് കഴിഞ്ഞ് മെഡിസിനോ അല്ലെങ്കിൽ വേറെ ഇന്നത്തെ വിടുതലിന്റെ ദിവസമാണ്. ഇന്നത്തെ രോഗസൗഖ്യത്തിന്റെ ദിവസമാണ്. ഇന്നത്തെ മാറ്റത്തിന്റെ ദിവസമാണ്. ഇന്നത്തെ ആത്മാവിൽ നിറയുന്ന ദിവസമാണ്. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഉപകാരത്താൽ നിറയും. ഞാൻ വലതോട് തിരിഞ്ഞാലും ഇടതോട് തിരിഞ്ഞാലും പുറകോട്ട് പോയാലും ദൈവക്രമ കണ്ടെത്തും. ദൈവത്തിന്റെ ഉപകാരം എന്റെ മേൽ വരും. എനിക്ക് ഫോൺ കോളുകൾ വന്നാൽ നല്ല വാർത്തകൾ മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ. യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിൽ വേദനയ്ക്ക് സ്ഥാനമില്ല. എന്റെ ശരീരത്തിൽ രോഗത്തിന് സ്ഥാനമില്ല. എന്റെ അസ്ഥികളിൽ രോഗത്തിന് സ്ഥാനമില്ല. രോഗത്തിന് സ്ഥാനമില്ല. എന്നെ ഭരിക്കുന്നത് യേശുവാണ്. എന്നെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആമേൻ. ഞാൻ ഒരു കാര്യം പറയാം, നടക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് Speak the word of God. ദൈവത്തിന്റെ വചനം സംസാരിക്കുക. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ വചനം സംസാരിക്കുക. ഒരുപാട് സാക്ഷികളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. വചനം പറഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു.
സാക്ഷ്യങ്ങൾ പറഞ്ഞതാണ്. അതായത് ഇതേപോലത്തെ ഒരു 2 സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ കുലുങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അടി മരമായിരിക്കും, ഇത് 2ാം നിലയാണല്ലോ, ഇത് മരമായിരിക്കും, അതുകൊണ്ട് ചവിട്ടുമ്പോൾ ഒച്ച കേൾക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഷിവർ ചെയ്യാൻ തുടങ്ങി. ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തുനിന്ന് അത്താഴ ഭാഗത്തുനിന്ന് ഒരു കുതിര വന്ന് ഇവിടെ ഇറങ്ങുകയും കുതിര കുളമ്പടിയോടുകൂടി കടന്നു പോകുന്ന ശബ്ദം കേൾക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത്, അവിടെ ഇരുന്നവര് ഞങ്ങളുടെ ആദ്യത്തെ ധ്യാനത്തിൽ 11 പേരാ വന്നു. 8 പേർക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ ഈ കുലുക്കം. ബാക്കി 3 പേർക്ക് അനുഭവിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ സംഭവം? കാരണം ഒറിജിനൽ കുലുക്കം പരിശുദ്ധാത്മാവ് കുലുക്കിയത് കൊണ്ടാണ് 3 പേര് അനുഭവിക്കാൻ പോയത്. സാധാരണ ഭൂമികൾക്ക് വരുന്നത് എല്ലാവരും അനുഭവിച്ചത്. മനസ്സിലാക്കുന്നുണ്ട് പറഞ്ഞത് കൃത്യമായിട്ട്. മലയാളം മനസ്സിലാക്കാൻ പറ്റുമോ? ഡിഫിക്കൽട്ട് ആണ്. മനസ്സിലാവോ? മനസ്സിലാവോ? മനസ്സിലാവും. മലയാളികൾക്ക് മനസ്സിലാവും. മലയാളം അറിയത്തില്ലാത്തവരെ ഈ ഇവിടെ കന്നഡക്കാർ മലയാളം പറയുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിലും നോ പ്രോബ്ലം അല്ലേ? ഹല്ലേലൂയ. മനസ്സിലാവും? ഓക്കെ. വലിയ ശക്തി. ഹല്ലേലൂയ. വലിയ ശക്തിയുണ്ട്. രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. എത്ര പേർക്ക് പറയാൻ പറ്റും? നിങ്ങൾ ജോലിക്ക് പോകുവാണെങ്കിൽ പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. എങ്ങനെയാണ് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത്? ആക്സിഡന്റ് സംഭവിച്ചില്ലെങ്കിൽ അത് അനുഗ്രഹമാണ്, അല്ലേ? നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അനുഗ്രഹമാണ്. രോഗബാധ ഉണ്ടായില്ലെങ്കിൽ അനുഗ്രഹമാണ്. മരണം സംഭവിച്ചില്ലെങ്കിൽ അനുഗ്രഹമാണ്, അല്ലേ? അപ്പൊ നിങ്ങൾ തിരിച്ചു വരുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോൾ പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ ബഹളമുണ്ടാകും, അല്ലെങ്കിൽ ഭർത്താവ് ബഹളമുണ്ടാകും. മനസ്സിലായോ? അപ്പൊ ഇതൊന്നും ഉണ്ടാകരുത്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ബഹളമുണ്ടാകും, അല്ലെങ്കിൽ രോഗം വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. അതൊന്നും വരാതിരിക്കാൻ സാക്ഷ്യമായി യേശുവാണ് രക്ഷകൻ, യേശുവാണ് ഏക രക്ഷകൻ, യേശുവാണ് ഏക രക്ഷകൻ എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയും. അപ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. ഈ അടയാളങ്ങളോട് വിശ്വസിച്ചാൽ അവിടെ രോഗസൗഖ്യമുണ്ടാകും, പരിശുദ്ധാത്മാവിനാൽ നിറയും, ഭാഷാവരത്തിൽ സംസാരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു അതിന്റെ 2-ാമത്തെ അധ്യായം, പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. 1 മുതൽ 4 വരെയുള്ള ദിവസം സമാഗമനമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. 120 പേര്. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്നു വീട് മുഴുവൻ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ താങ്കൾ ഓരോരുത്തരുടെയും പേരിൽ വന്നിരിക്കുന്നതായി അവർ അവരുടെ മേൽ വന്ന് പതിച്ചു. എന്താണ് അഗ്നിനാവുകൾ? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ. സന്തോഷമുള്ളവര് ഒന്ന് ഹല്ലേലൂയ പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സന്തോഷം? ദൈവവചനം കേട്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമോ? ഓക്കെ. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതാണ് നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്, നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും, എനിക്ക് ലഭിക്കും എന്ന പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ കൊച്ചിനെ തൊട്ടതുപോലെ എല്ലാവരെയും തൊടാൻ റെഡിയാണ്, അല്ലേ? ഹല്ലേലൂയ. കർത്താവ് കൊടുക്കുന്ന ഡോസിന്റെ അളവ് ചിലപ്പോൾ കുറവ് കൂടുതലൊക്കെ ഉണ്ട്, ഇത്രേ ഉള്ളൂ. പക്ഷെ എല്ലാം ഹല്ലേലൂയ. നിങ്ങൾ കൈ എന്തായി ഉള്ളിലിരിക്കുക തണുത്തിട്ട് നിങ്ങളുടെ ജീവിതം ഒന്ന് മാറിപ്പോയി, ജീവിതം ഒന്ന് മാറിപ്പോകും.
പറഞ്ഞേ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതം മാറും. എന്റെ ജീവിതം മാറും. എന്റെ ജീവിതം മാറും. അപ്പോൾ ദൈവത്തിന്റെ വചനം വായിച്ചു, തുറന്നു വായിച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാവ് കൊടുത്ത ഭാഷയനുസരിച്ച് പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു പ്രത്യേക ഭാഷ അവര് സംസാരിച്ചു. അവർക്ക് കിട്ടി പ്രത്യേക ഒരു ഭാഷ അവർക്ക് ലഭിച്ചു. അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. അതായത് അറബിയോട് സംസാരിക്കാൻ പറ്റും, സ്പെയിനിയാനോട് സംസാരിക്കാൻ പറ്റും. ഏതൊക്കെ ഭാഷകളിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നോ ആ ഭാഷകളിലൊക്കെ ആ പട്ടണത്തിൽ വന്നവരുടെ ഒക്കെ മേല് എന്ന് ഈ ഭാഷ മനസ്സിലാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങി. അതൊരു സന്തോഷവാർത്തയല്ലേ? ആണോ? അതായത് പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതം മീനിംഗ്ലെസ് ലൈഫാണ്, അർത്ഥശൂന്യമായ ജീവിതം. നിങ്ങൾക്ക് അങ്ങനത്തെ ജീവിതം വേണോ? അർത്ഥമുള്ള ജീവിതം വേണം. എന്താണ് അർത്ഥം ഉള്ള ജീവിതം? സോ യു നീഡ് എ മീനിംഗ്ഫുൾ ലൈഫ്, അല്ലേ? സോ വൺസ് ദ ഹോളി ഗോസ്റ്റ് ഈസ് വിത്ത് യു, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാം അനായാസമായി സംഭവിക്കും. പ്രവാചകനോട് കർത്താവായ യേശു ദൈവം പറഞ്ഞു, നീ രാപകലില്ലാതെ എന്റെ വചനം ധ്യാനിക്കുക. അപ്പോൾ ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. ഈ വചനം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിൽ ധ്യാനിക്കുകയും അത് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ വചനം നിന്റെ ആത്മാവിലേക്ക് ഇറങ്ങും. നിന്റെ ആത്മാവിൽ ഇത് പ്രവർത്തിക്കാൻ ആരംഭിക്കും. ദൈവത്തിന്റെ വചനം യേശുവാണ്. യേശുവാണ് ദൈവവചനം. ആരാണ്? ആരാണ്? ഉറക്കെ പറഞ്ഞ യേശുവേ. ഉറക്കെ പറഞ്ഞ യേശുവേ. അടുത്തിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതാണ് പൊട്ടിയിട്ട് പറ യേശുവേ. ഉറക്കത്തിന്റെ മോഡായിരിക്കും. ആ ചോദിക്കുന്നില്ലേ തണുത്ത കാട്ടിൽ സ്വത്തുക്കള് അവകാശികളാരാ? നമ്മളല്ലേ? ഒരു ചോദിക്കാത്തോടെ കിട്ടാത്തത് ചോദിക്കേ. നിങ്ങൾ ചോദിക്കുക, വലിയ കാര്യങ്ങൾ ചോദിക്കുക. ചന്ദ്രനിൽ എനിക്ക് ഒറ്റ ചന്ദ്രനിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ചാടുമ്പോ തെങ്ങിന്റെ മണ്ടയിലെങ്കിലും കയറിയിരിക്കും. മനസ്സിലായോ? അതാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വിശ്വസിച്ച് ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. കാപ്പിത്തോട്ടം മേടിച്ചില്ലെങ്കിലും കൊടിത്തോട്ടെങ്കിലും മേടിക്കാൻ പറ്റും. മനസ്സിലായോ? മേടിക്കാൻ പറ്റും. ഹല്ലേലൂയ. കാരണം പണത്തിനോട് മോഹമല്ല, കടമില്ലാതെ ജീവിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടം മനുഷ്യരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ പകരും. സകല മനുഷ്യരുടെ മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പകർന്നു കഴിഞ്ഞാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സഹായിച്ചാൽ ദൈവം എന്നെ സഹായിക്കും. നിങ്ങൾ എന്നെ സഹായിച്ചാൽ ദൈവം നിങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. This is a circle of blessing of the Lord. അതൊരു സർക്കിളാണ്. യാതൊരു മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ബ്ലസ് ചെയ്താൽ അവരും പരിശുദ്ധാത്മാവിനാൽ നിറയും. മനസ്സിലായോ? It is a പകർച്ച. It is an impartation. It is a പകർച്ച. Glory to God. Hallelujah. ഇതാണ് അവസാന നാള്. This is what the end time. അവസാന നാളിൽ എന്റെ
മാറും. അപ്പോൾ വായിച്ച് തുടർന്ന് വായിച്ചു. നിങ്ങളുടെ പുത്രന്മാരും ആ പുത്രിമാരും പ്രവർത്തിക്കും. ആ നിങ്ങളുടെ യുവാക്കൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എന്ന് വെച്ചാൽ വരാനുള്ള കാര്യങ്ങൾ അവർ വിളിച്ചു പറയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ അതിന്റെ ബെനഫിറ്റ്, അതിന്റെ ഉപകരണം, അതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് വെറുതെ ദൈവം കൊടുക്കത്തില്ല. ദൈവം കൊടുക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവിനെ വെറുതെ കൊടുക്കത്തില്ല. അതിനൊരു പർപ്പസ് ഉണ്ട്, അതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ മേൽ നിങ്ങളുടെ